നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ. ബാർക്കോഴയിൽ കടുപ്പിച്ച പ്രതിപക്ഷം. 15ാം നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ ബാർക്കോഴ വിവാദം സഭയിൽ ഉന്നയിച്ച് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സഭയ്ക്ക് അകത്തും പുറത്തും വിഷയം ആളിക്കത്താനാണ് തീരുമാനം. ഇന്ന് തദ്ദേശ വാർഡ് വിഭജന ബിൽ സഭയിൽ അവതരിപ്പിക്കും. ബില്ലിനെ എതിർക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ഇത് സംബന്ധിച്ച് സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് ഗവർണർ തിരിച്ചയച്ചിരുന്നു. ജൂലൈ 25-നാണ് സഭാ സമ്മേളനം അവസാനിക്കുക. ആകെ 28 ദിവസമാണ് സഭ സമ്മേളിക്കുക. ലോക കേരള സഭ ജൂൺ 13, 14, 15 തീയതികളിൽ നടക്കും. ഈ ദിവസങ്ങളിൽ സഭ സമ്മേളിക്കില്ല. കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് ഇന്ന്. കനത്ത സുരക്ഷ. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. രാവിലെ 9 മുതലാണ് വോട്ടെടുപ്പ്. ഉച്ചയ്ക്ക് ശേഷം വോട്ടെണ്ണൽ നടക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കനത്ത സുരക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ട് MSFന്റെ UUC-മാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. SFIയും MSF, KSU മുന്നണിയും തമ്മിലാണ് പ്രധാന മത്സരം. വാക്കേറ്റത്തെ തുടർന്ന് കുന്നംകുളത്ത് യുവാവ് മർദ്ദനമേറ്റ് മരിച്ചു. കുന്നംകുളം അഞ്ഞൂരിൽ യുവാവ് സുഹൃത്തുക്കളുടെ മർദ്ദനമേറ്റ് മരിച്ചു. അഞ്ഞൂർ സ്വദേശി വിഷ്ണു ആണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. സംഭവത്തിൽ സുഹൃത്തുക്കളായ ശ്രീശാന്ത്, ശ്രീജിത്ത്, വിഷ്ണു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലുണ്ടായിരുന്ന വാക്കേറ്റത്തിനെ തുടർന്ന് വിഷ്ണുവിനെ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തീരദേശത്ത് ഇനി വറുതിക്കാലം. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നിരോധനം. ഈ സമയം പരമ്പരാഗത വള്ളങ്ങൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും മാത്രമേ കടലിൽ പോകാൻ അനുവാദമുള്ളൂ. തീരത്ത് നിന്ന് 22 കിലോമീറ്റർ പരിധിയിൽ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട്. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. നിരോധനം ലംഘിക്കുന്നവരെ നിരീക്ഷിക്കാൻ കോസ്റ്റൽ പോലീസ് ഉണ്ടാകും. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ മെയ് 15 മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മൂന്നാം മോദി സർക്കാർ. ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന്. മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കും. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് യോഗം. ചില സുപ്രധാന തീരുമാനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. മൂന്നാം മോദി സർക്കാരിനെ തുറക്കവിട്ട് നരേന്ദ്രമോദി അടക്കമുള്ള 72 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെയാണ് ആദ്യ കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നത്. അതേസമയം മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കും. 72 മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് രാവിലെയോടെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷായും തുടരുമെന്നാണ് സൂചന.